ഹായ്, നമസ്കാരം. ഞാൻ ബോസി, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ എക്സ്പേർട്ടും ഒരു കൗൺസിലറുമാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ദേഷ്യത്തെക്കുറിച്ചാണ്. അല്ല, നമ്മളിലൊക്കെ കൂടുതൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ പലപ്പോഴും പൊട്ടിത്തെറികളുണ്ടാകുന്ന ഒരവസ്ഥയാണത്. പക്ഷേ ഈ ദേഷ്യം എന്ന് പറയുന്നത് ഒരു വികാരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് മനസ്സിലായത് നമ്മുടെ ശരീരം പോലും ഈ ദേഷ്യമെന്ന് പറയുന്ന വികാരത്തെ ഉൾക്കൊണ്ടിട്ടില്ലെന്നാണ്. അങ്ങനെ പറയാൻ കാര്യം, നമുക്ക് ഈ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളും അല്ലെങ്കിൽ ഒരുപാട് ഹോർമോണുകളും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. ഓരോ സമയത്തും പലതരത്തിലാണ്. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ റിവാർഡുകൾ കിട്ടുക അല്ലെങ്കിൽ നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ഇതാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഒരു ട്രാൻസ്മിറ്ററാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പലതിനും ഇപ്പോൾ നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ അഡ്രിനാൽ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു സ്രവമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും ദേഷ്യത്തിന് പ്രത്യേകിച്ചൊരു ന്യൂറോ ട്രാൻസ്മിറ്ററോ ഒരു സ്രവമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരം പോലും ദേഷ്യമെന്നൊരു വികാരത്തെ ശരിക്കും അംഗീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമുക്ക് ദേഷ്യം ഉണ്ടാകുമ്പം ഈ അഡ്രിനാലിൻ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ശരിക്കും ഭയം ഉണ്ടാകുമ്പോൾ, കാരണം നമ്മളിപ്പോൾ നമ്മുടെ മുമ്പിലൊരു പെട്ടെന്നൊരു പട്ടി വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പെട്ടെന്ന് ഇത് സ്വീകരിക്കും. കാരണം ഭയം ഉണ്ടാകും അല്ലേ. നമുക്ക് ഭയം ഉണ്ടാകുമ്പോൾ രണ്ട് ഓപ്ഷനാണ് ശരീരം സ്വീകരിക്കുക. ഒന്നെങ്കിൽ ഫ്ലൈറ്റ് ഓർ ഫ്രൈറ്റ് മോഡെന്ന് അതിന് പറയുക. കാരണം ഒന്നെങ്കിൽ നമ്മൾ പറക്കണം, അല്ലെങ്കിൽ ഓടണം, അല്ലെങ്കിൽ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ഈ രണ്ട് ചിന്തയാണ് നമ്മുടെ തലച്ചോറ് അപ്പോൾ ഉണ്ടാക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ അഡ്രിനാൽ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ ആ ഒരു ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പവർ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മുടെ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് ഊർജ്ജം ഇതെടുത്ത് പ്രവർത്തിക്കും. കാരണം നമുക്ക് ഓടണമെങ്കിലും ശക്തി വേണം, ഫൈറ്റ് ചെയ്യണമെങ്കിലും ശക്തി വേണം. അപ്പോൾ ഇതൊക്കെയാണ് ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. ശരിക്കും ദേഷ്യം വരുമ്പോഴും ഈ സെയിം കണ്ടീഷനാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുക. അവിടെയാണ് നമുക്കുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ദേഷ്യം എന്ന് പറയുന്ന വികാരം അത് ശരീരം ഉൾക്കൊള്ളുന്നില്ല എന്ന്. കാരണം നമുക്ക് ഈ ഒരു ഭയം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, ദേഷ്യം അരിശമുണ്ടാകുമ്പോൾ അത് കുറച്ച് കൂടുതൽ നേരം നീണ്ടു നിന്നാൽ ശരിക്കും സംഭവിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ തകർക്കുമെന്നുള്ളതാണ് സത്യം. കാരണം ഈ അഡ്രിനാലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നെഞ്ചിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസഗതി ഭയങ്കര വേഗത്തിലാകും. ഇത് ഭയം വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ദേഷ്യം വരുമ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. അപ്പോൾ ഇത് കൂടുതലാകുമ്പോൾ എന്താ സംഭവിക്കുക, അഡ്രിനാലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ഹാർട്ടിന് വരെ അത് കേടാണ്. അതായത് ഹാർട്ട് അറ്റാക്ക് വരാൻ അല്ലെങ്കിൽ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വരാൻ, രോഗം വരാൻ തന്നെ ഇത് കാരണമാണ്. സത്യത്തിൽ അങ്ങനൊരു ഇത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എത്രത്തോളം മെച്ചപ്പെടുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴിവതും നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാളെ അംഗീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും അവർക്കും കിട്ടുന്നത് ഡോപ്പമീൻ എന്ന് പറയുന്ന വളരെ നല്ലൊരു ഹോർമോണാണ്. എന്നാൽ ഈ ദേഷ്യം ഉണ്ടാകുമ്പോൾ, അരിശം ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ മോശമായ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു അഡ്രിനാൽ എന്ന് പറയുന്ന ഈ ഒരു സ്രവമാണ്. അത് ഭയം ഉണ്ടാകുമ്പോൾ പക്ഷേ നല്ലതാണ്, അതുകൊണ്ടാണ് ശരീരം അത് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇത് ആവശ്യമില്ലാതെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ഈ ദേഷ്യത്തിലൂടെ. പ്രത്യേകിച്ചൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഒരാളോടൊരു വിരോധമുണ്ട് നമ്മുടെ മനസ്സിൽ. അങ്ങനെ വിരോധം ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇയാളെ എപ്പോൾ കണ്ടാലും അല്ല ഇയാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊരു ഒരു വികാരമുണ്ടാകും അല്ലേ, ഒരു ദേഷ്യം അരിശമൊക്കെ ഉണ്ടാകും. ഈ സമയത്തും ഒരുപക്ഷെ ഈ അഡ്രിനാലിൻ അവിടെ ആവശ്യമില്ലാതെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥയെ തകർക്കാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്മൾ മറ്റുള്ളവരോട് പക, വിരോധം ഇതൊന്നും കൊണ്ടു നടക്കാതിരുന്നാൽ നമ്മുടെ ആരോഗ്യത്തെ അത് സംരക്ഷിക്കും. മറിച്ച് നമ്മൾ ഈ ഭാണ്ഡക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഇതുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. മറ്റൊരാളുടെ പകയോ വിദ്വേഷമോ വെക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ ആരും ഒന്നും നേടിയിട്ടില്ല. മറിച്ച് നമ്മുടെ ആരോഗ്യത്തിനാണത്. ചിലപ്പോൾ മറ്റേ ആളത് ഓർക്കുന്ന പോലും ഉണ്ടാകത്തില്ല ആ സംഭവം, അല്ലെങ്കിൽ അന്ന് ആ സമയത്ത്. പക്ഷെ നമുക്കാണ് ആ കൂടുതൽ ഒരു ഇതുണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ആരെ എവിടെ വെച്ച് കണ്ടാലും ചിരിക്കാൻ പറ്റുന്നതിൽ വലിയൊരു നേട്ടം ജീവിതത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. നമുക്ക് രോഗങ്ങൾ വളരെയധികം കുറയും.
നമ്മൾ വിദ്വേഷം പകയും ഒക്കെ വെച്ച് വളർത്തുന്നവർക്കൊക്കെ രോഗങ്ങളുള്ളതായിട്ട് കാണാൻ പറ്റും. അത് ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ സന്തോഷവും സമാധാനമുള്ള കാര്യങ്ങൾ ചെയ്യുകയും എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അത് നമ്മുടെ തന്നെ വിജയമായി മാറും. നമ്മുടെ ആരോഗ്യത്തിന് അത് കരുത്താവും. നിങ്ങൾക്കും ഇങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.